മലയാളിയായ കോട്ടയത്തെ ഉഴവൂർക്കാരനായ അല്ലെങ്കിൽ ആയിരുന്ന കെ.ആർ. നാരായണൻ അവർകൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ രാഷ്ട്രപതി ഭവനിൽ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കൂടി സഹകരണത്തോടു കൂടി, അതായത് ഡൽഹിയിലെ ഒരു സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി മനോഹരമായ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും ഗ്രൗണ്ട് വാട്ടർ റീചാർജും ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ജി കാർത്തികേയൻ അവർകൾ ഇപ്പോൾ അന്തരിച്ചു പോയി, നമ്മളോടൊപ്പമില്ല. അദ്ദേഹം സ്പീക്കറായിരുന്നപ്പോൾ ഞാൻ അന്ന് പ്രവർത്തിക്കുന്നത് ലാൻഡ് യൂസ് ബോർഡിലാണ്. അന്ന് ശ്രീ അൽഫോൺസ് കണ്ണന്താനമാണ് IAS അവർകളാണ് അതിൻ്റെ അവിടുത്തെ കമ്മീഷണർ. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജലപരിസ്ഥിതി സ്വദേശി സന്ദേശയാത്ര കേരളത്തിലാകെ നടത്തിയത്. അങ്ങനെ പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വലിയ ഹൈപ്പ് കൊടുത്തതും പിന്നെയാണ് ഗവൺമെൻറ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുകയും റെയിൻ സെൻറ്റർ തുടങ്ങുകയും അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ കേരളത്തിൽ വന്നു. ആ കാലഘട്ടത്തിൽ ഈ എല്ലായിടത്തും മാതൃകാപരമായ മോഡൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചറുകളും ഒക്കെ വരട്ടെ എന്നുള്ള സങ്കല്പത്തിൽ ഞാൻ അന്ന് സ്പീക്കർ ജി കാർത്തികേയൻ അവർകളെ കണ്ടിരുന്നു. അപ്പോൾ ശരിക്കും അന്ന് ഈ ഗ്രീൻ കൺസെപ്റ്റ് അത്ര അങ്ങോട്ട് വരാത്തൊരു കാലമാണ്. ഇന്നാണെങ്കിൽ ഹരിത കൺസെപ്റ്റ് വളരെ വലുതാണ്. അന്ന് അത്ര വന്നിട്ടില്ല, അത്ര ഡിമാൻഡുമില്ലായിരുന്നു. ഒരു ഗ്രീൻ എക്കോണമിയിലേക്കൊന്നും ലോകം പോയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അടുത്ത രണ്ടാം ഭാഗത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുകയും അങ്ങനെ ഒരു സന്നദ്ധ സംഘടനയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് 5 ലക്ഷം വീതമുള്ള 5 ടാങ്കുകൾ 25 ലക്ഷം ലിറ്ററിൻ്റെ മഴവെള്ളം നിയമസഭയിലെ മഴവെള്ളം പിടിച്ച് അതിൻ്റെ അവിടെ ഒരു ക്യാമ്പസിൻ്റെ മറ്റൊരു സ്ഥലത്ത് മഴവെള്ളം പിടിക്കുന്നു. സ്പീക്കറുടെ വീട്ടിൽ, ഡെപ്യൂട്ടി സ്പീക്കറുടെ വീട്ടിലുമൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി. ഒരുപക്ഷെ കാർത്തികേയൻ സാറ് വീണ്ടും തുടർന്ന് പോയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു വിഷണറിയാണ്, കേവലം ഒരു പൊളിറ്റീഷ്യൻ അല്ല. നമുക്ക് വേണ്ടത് വിഷണറിമാരാണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ കാലം കഴിഞ്ഞു, ആ പദ്ധതി അവിടെ കഴിഞ്ഞു. ഇപ്പോൾ പുതിയ സ്പീക്കർ വന്നിട്ടുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകൾ. ഇപ്പോൾ ഇന്ന് ഈ നിയമസഭയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായിട്ടുള്ള MLA ആണ്. നിരവധി ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനോടുള്ള ഒരു തുറന്ന അപേക്ഷയെന്നോ റിക്വസ്റ്റെന്നോ ഉള്ള നിലയിൽ, ഒരു നിർദ്ദേശമെന്നുള്ള നിലയിലും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് മന്ത്രിമാരുടെ ഓഫീസുമൊക്കെ അവരുടെ വീടുകളിലുമൊക്കെ ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് ഇത് പറയുന്നത്. നിയമസഭ ഹരിത ക്യാമ്പസാക്കി മാറട്ടെ. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 2 ടേമിലും ഈ പുസ്തകോത്സവവുമായി ബന്ധപ്പെടുത്തി നിയമസഭ കാണാൻ വരുന്നത്. അല്ലെങ്കിലും ഒരുപാട് ആളുകൾ നിയമസഭ കാണാൻ വരാറുണ്ട്. എന്തുകൊണ്ട് നമുക്കൊരു ഗ്രീൻ അസംബ്ലി അല്ലെങ്കിൽ ഗ്രീൻ ക്യാമ്പസ് ആക്കി മാറ്റിക്കൂടാ എന്നുള്ളത് ഗൗരവതരമായ ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ വിഷയം സോളാർ. സമ്പൂർണ്ണമായി സോളാറിലേക്ക് നിയമസഭാ സംവിധാനത്തെ മാറ്റാൻ കഴിയുമോ? കാരണം സെൻട്രലൈസ്ഡ് AC-യിലാണ് പ്രവർത്തിക്കുന്നത്, വലിയ വൈദ്യുതിയാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് സോളാറിലേക്ക് പോകാൻ, സമ്പൂർണ്ണ സോളാറുള്ള രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ കോംപ്ലക്സ്. മഴവെള്ള സംഭരണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിപുലീകരണ സാധ്യതകൾ. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് അത് ചെയ്തിട്ടില്ല, അത് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ. വേസ്റ്റ് മാനേജ്മെൻറ്റ്, കൃത്യമായി വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ. അതുപോലെ തന്നെ പച്ചപ്പ് കൂട്ടുന്നതിനുള്ള സാധനങ്ങൾ. ഇതിലെല്ലാം ഉപരിയായിട്ട് ഓഫീസ് മുതൽ എല്ലാ സംവിധാനങ്ങളെയും ഈ ഓഫീസാക്കുന്നതിനുള്ള ശ്രമങ്ങൾ. പേപ്പർലെസ് ഓഫീസാക്കാൻ, ഫയലില്ല, ഇനി ഒരു ഫയലും ഇല്ല. അത്യാവശ്യം ഏതെങ്കിലും പ്രിൻ്റ് എടുത്ത് വായിക്കണം എന്നുള്ളത് ഒഴിച്ചാൽ കംപ്ലീറ്റ് ഈ ഓഫീസാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഓഫീസിൽ ഏതെങ്കിലും തരത്തിൽ പേപ്പറുകൾ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അത് വീണ്ടും അതിൻ്റെ മാക്സിമം യൂട്ടിലിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അസംബ്ലിയിൽ നടക്കുന്ന ഒരുപാട് യോഗങ്ങൾ നടക്കാറുണ്ട്. അസംബ്ലിയുടെ ലോഞ്ചിൽ ഒരുപാട് ഈ യോഗങ്ങളൊക്കെ പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുമോ? കുപ്പിവെള്ളം കൊടുക്കുന്ന പരിപാടികൾ, ഒരുപാട് പൂച്ചണ്ട്, പ്ലാസ്റ്റിക് പൂ കൊടുക്കുന്ന പരിപാടികൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊരു ഹരിത പ്രോട്ടോക്കോൾ നിശ്ചയിച്ച് മാറ്റുമോ? അതുപോലെ തന്നെ അവിടുത്തെ ലെറ്റർ ഹെഡ് മുതൽ ബോർഡ് വരെയും വാഹനങ്ങളുടെയും എല്ലാം പെയിൻറ്റ് സെലക്ട് ചെയ്യുന്നതിൽ വരെ എല്ലാ കാര്യത്തിലും ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ്.
നെറ്റ് സീറോ എമിഷനെ പോലെയുള്ള കാര്യങ്ങൾ, കാർബൺ ന്യൂട്രൽ കാര്യങ്ങളൊക്കെ ലോകത്താകെ സംഭവിക്കുന്നു. അതും അതിൻ്റെ ചിന്തകളുമൊക്കെ ലോകത്തുണ്ട്. പക്ഷേ ഒരു ഗ്രീൻ ക്യാമ്പസ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ്. ഒരു ഡിജിറ്റൽ നിയമസഭ, ഗ്രീൻ ക്യാമ്പസ് പ്ലസ് ഒരു ഡിജിറ്റൽ നിയമസഭ, ഇത് രണ്ടും കൊണ്ടുവരാൻ കഴിയുമോ? നിയമസഭയിൽ നിന്ന് തുടങ്ങട്ടെ. എന്നിട്ട് നമ്മുടെ മന്ത്രിമാരുണ്ട്, 20 മുഖ്യമന്ത്രി അടക്കം, കണ്ടോൺമെൻറ്റ് ഹൗസും ക്ലിഫ് ഹൗസും അടക്കമുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ മുഖ്യമന്ത്രിയുടെയും 21 മന്ത്രിമാരുടെയും വീടുകളിൽ വലിയ തോതിലാണ് കൃഷിക്കും ഗാർഡനിങ്ങിനുമൊക്കെ വെള്ളം എടുക്കേണ്ടി വരുന്നത്. ഇതെന്തുകൊണ്ട് കുടിവെള്ളം അല്ലാതെ ഒരു പൈപ്പിൽ നിന്ന് എടുത്തോട്ടെ, എന്തുകൊണ്ട് ഇത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചറുകളിലേക്ക് പോയിക്കൂടാ എന്നുള്ളതിന് കുറച്ച് വലിയ ചിന്ത ആവശ്യമുണ്ട്. CP ജോണിനെ പോലെയുള്ള മന്ത്രി ഈ മന്ത്രിസഭയിലുണ്ട്. അദ്ദേഹത്തിന് പ്ലാനിംഗ് ബോർഡിൽ ഇരുന്നപ്പോൾ വാട്ടർ കൺസർവേഷന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നഗരങ്ങളിലെ ഈ വീടുകളിൽ, അതായത് മന്ദിരങ്ങളിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതുപോലെ സെക്രട്ടേറിയറ്റ്, പബ്ലിക് ഓഫീസ്, അത് സ്റ്റാച്യൂവിൽ വികാസ് ഭവനിലുണ്ട് പബ്ലിക് ഓഫീസുണ്ട്, നന്ദൻകോട് പബ്ലിക് ഓഫീസുണ്ട്, അതുപോലെ തന്നെ മ്യൂസിയത്തിൻ്റെ അവിടെ പബ്ലിക് ഓഫീസുണ്ട്. അങ്ങനെ വലിയ കളക്ട്രേറ്റ് ഉണ്ട്, വഞ്ചിയൂരുണ്ട്, വലിയ പബ്ലിക് ഓഫീസുകളുണ്ട്. ഇവിടെയൊക്കെ ടൺ കണക്കിന് ലക്ഷക്കണക്കിന് ലിറ്റർ മഴവെള്ളം സംഭരിക്കാനുള്ള ബിൽഡിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ മഴവെള്ള സംഭരണികൾ പണിയുമോ? PWD തന്നെ പണിതാൽ മതി, അതിനകത്ത് വേറെ ഒരു കൊട്ടേഷൻ്റെയും കാര്യമില്ല. കൃത്യമായി സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ്. അത് വളരെ ഭംഗിയായി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കുകൾ. ഇനി മറ്റൊരു തമാശ, പല സ്ഥലങ്ങളിലും ടാങ്കുകളുണ്ട് എന്നുള്ളതാണ്. അതിനെ ഒന്ന് റീസെറ്റ് ചെയ്താൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് ആവശ്യമായ ഗട്ടറുകളും പൈപ്പുകളും PVC പൈപ്പുകളും മാത്രം ചെയ്താൽ പോലും ഇത് വെള്ളം പിടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ മഴവെള്ളം, പിന്നെ സോളാർ, എല്ലാ മന്ദിരങ്ങളും സോളാർ ക്യാമ്പസുകളാക്കുമോ? അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഗ്രീൻ പ്രോട്ടോക്കോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിയമസഭയിൽ തുടങ്ങി, മന്ദിരങ്ങളിലും പൊതു ഓഫീസുകളിലും തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. അവിടെ നിന്ന് തുടങ്ങി കേരളത്തിലെ എല്ലാ കളക്ട്രേറ്റുകളും, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വലിയ സർക്കാർ കോംപ്ലക്സുകളും, സർക്കാർ കെട്ടിടങ്ങളും മഴവെള്ള സംഭരണത്തിൻ്റെയും സോളാറിൻ്റെയും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയും പച്ചപ്പിൻ്റെയും ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെയും സ്ഥാപനങ്ങളാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇതിന് മുൻകൈയെടുക്കാൻ തീർച്ചയായും സ്പീക്കർക്ക് കഴിയും. കാരണം നിയമസഭയിലെ MLA-മാർക്ക് ഇത് സംബന്ധിക്കുന്ന ഒരു അവബോധം കൊടുക്കുന്നതിന് സ്പീക്കർക്ക് തീർച്ചയായും കഴിയും. കേരളത്തിൽ 100 കണക്കിന് ഗ്രീൻ ക്യാമ്പസുകൾ ഉണ്ടാകട്ടെ, ഹരിത ക്യാമ്പസുകൾ ഉണ്ടാകട്ടെ. അത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെയും മാറി വരുന്ന മഴയുടെയും നമ്മുടെ സൂക്ഷ്മ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ ഫലമായി നമ്മൾ വളരെ കൃത്യമായ ഒരു മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുന്നത്. അതിന് മുൻകൈയെടുക്കാൻ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കഴിയട്ടെ.